വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആ സമയവും കാലവുമാണ് രാവും പകലും. അല്ലാഹു സുബ്ഹാനഹു വതആല രാവിൻ്റെയും പകലിൻ്റെയും ഇഖ്തിലാഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ അത്ഭുതകരമാം വിധം, ധാരാളമാം വിധം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. അൽ ഇഖ്തിലാഫ് എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. ആദർശത്തിലും അഭിപ്രായത്തിലും വാക്കുകളിലുമൊക്കെ പരസ്പരം വ്യത്യാസം വരുമ്പോൾ അതിന് അൽ ഇഖ്തിലാഫ് എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, കക്ഷികൾ തങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ അഭിപ്രായ വ്യത്യാസമുള്ളവർ ആയിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിലും തിരുമൊഴിയിലുമൊക്കെ ഇങ്ങനെ ഇഖ്തിലാഫ് പ്രയോഗിച്ചത് കാണാം. പലയിടങ്ങളിൽ, പല പ്രയോഗങ്ങളിൽ. അൻ യഖുദ കുല്ലു വാഹിദിൻ ത്വരീഖൻ ഗൈറ ത്വരീഖിൽ ആഖർ ഫീ ഹാലിഹി ഔ ഫിഅലിഹി, അവസ്ഥയിലും പ്രവൃത്തിയിലും ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായ വഴിയും മാർഗവും സ്വീകരിക്കുന്നതാണ് ഇഖ്തിലാഫും മുഖാലഫയും. അൽ ഖിലാഫു വൽ ഇഖ്തിലാഫ് യുറാദു ബിഹി മുത്ലഖുൽ മുഗായറ ഫിൽ ഖൗലി അവിൽ റഅയി അവിൽ ഹാലത്തി അവിൽ ഹൈഅത്തി അവിൽ മൗഖിഫ്, വാക്കിൽ, അഭിപ്രായത്തിൽ, അവസ്ഥയിൽ, രൂപത്തിൽ, നിലപാടിൽ വ്യത്യസ്തത. ഇതാണ് ഖിലാഫും ഇഖ്തിലാഫും ഒക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ഇഖ്തിലാഫ് തന്നെയാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്നിടത്തും പ്രയോഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ എന്നതിൽ ഉദ്ദേശിച്ചതെന്ത്? അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, തഫ്സീറുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. രൂപത്തിലും ഭാവത്തിലും അവസ്ഥയിലും ഒക്കെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുമ്പോൾ അത് ഇഖ്തിലാഫാണ്. ആ വ്യത്യാസപ്പെടലൊക്കെയും ഇവിടെയും പരിഗണനീയവുമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എനിക്ക് സൂറത്തുൽ അഹ്ഖാഫ് ഓതിത്തരികയുണ്ടായി. തിരുദൂതർ സൂറത്തുൽ അഹ്ഖാഫ് മറ്റൊരു വ്യക്തിക്കും ഓതിക്കൊടുത്തു. ഫഖാലഫനി ഫി ആയത്തിൻ, തിരുദൂതർ ഓതിക്കൊടുത്ത അപരൻ ഒരായത്തിൻ്റെ പാരായണ വിഷയത്തിൽ എന്നോട് എതിരായി. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അഖറഅകഹ, താങ്കൾക്ക് ആരാണ് ഇങ്ങനെ ഓതിത്തന്നത് ഈ ആയത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഓതിത്തന്നത്. ഫഅതൈതുഹു വഹുവ ഫീ നഫരിൻ, അപ്പോൾ തിരുദൂതർ ഒരാൾക്കൂട്ടത്തിലിരിക്കെ ഞാൻ തിരുസവിധത്തിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അലം തുഖ്രീനി ആയത കദ വകദ, തിരുദൂതരെ താങ്കൾ എനിക്ക് ഇന്നിന്ന ആയത്തുകളൊക്കെ ഓതി തന്നില്ലേ? അവിടുന്ന് പ്രതികരിച്ചു, ബല, അതെ. അപ്പം ഞാൻ ചോദിച്ചു, ഫ ഇന്ന ഹാദാ യസ്ഉമു അന്നക അഖറഅതഹ ഇയ്യാഹു കദ വകദ, എങ്കിൽ ഈ വ്യക്തി ഇതാ വാദിക്കുന്നു താങ്കൾ അദ്ദേഹത്തിന് ഇന്ന രീതിയിലാണ് ഓതിക്കൊടുത്തത് എന്ന്. ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫഅറഫ്തു ഫി വജ്ഹിഹിൽ കറാഹിയ, തിരുദൂതരുടെ തിരുമുഖത്ത് ഒരു നീരസം ഞാൻ മനസ്സിലാക്കി. അവിടുന്ന് പറഞ്ഞു, കിലാക്കുമാ മുഹ്സിനുൻ, നിങ്ങൾ ഇരുവരും നന്നായി പാരായണം ചെയ്യുന്നവരാണ്. ലാ തഖ്തലിഫു, നിങ്ങൾ ഒരിക്കലും ഇഖ്തിലാഫിലാകരുത്, അഭിപ്രായ വ്യത്യാസത്തിലാകരുത്. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഇഖ്തിലാഫ്, നിങ്ങളുടെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഇഖ്തിലാഫാണ്, അഭിപ്രായ വ്യത്യാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറിയിക്കുകയുണ്ടായി. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇഖ്തിലാഫ്, പാരായണത്തിലുള്ള ഈ വ്യത്യാസം, അതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം, അതാണ് ഉദ്ദേശം. അപ്പോൾ അഭിപ്രായത്തിലും അവസ്ഥയിലും രൂപത്തിലും ഭാവത്തിലും നിലപാടിലുമൊക്കെയുള്ള വ്യത്യസ്തത, അതാണ് ഇഖ്തിലാഫ് അർത്ഥമാക്കുന്നത്.